ഞാൻ ഇന്നൊരു ചെറു റീല് അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനിടയായി. അതിൽ ഒരു ഈ വെള്ളക്കാരായ ഒരു മദാമയും പിന്നെ ഒരു സായിപ്പും മൂക്കിൽ തുളച്ചിട്ടുണ്ട്, ഹമാസിന്റെ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പം അവര് ഇതിന് പലസ്തീൻ്റെ ആ കോണാനും ഇട്ടിട്ടുണ്ട്. ഇതിട്ടിട്ട് സമരം ചെയ്യാണ്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം വേണം നിങ്ങളിത് ഇതിന്റെ ഒരു തീരുമാനത്തിലെത്താനായിട്ട്. Happy about the ceasefire? Honestly, I like protesting, so not really. So why don't you protest for the Christians in Nigeria? Oh, how much are they paying? അപ്പൊ ഈ വീഡിയോയിലുള്ള ആള് ഈ സമരക്കാരിൽ നിന്ന് രണ്ടൊരു സായിപ്പിനെയും മദാമേനെയും വലിച്ചിട്ട് അവരോട് ചോദിക്കാണ്, നിങ്ങൾ ഈ അപ്പൊ അവിടെ സമാധാനം പറ്റിയതിനെ വന്നല്ലോ, വെടിനിർത്തൽ സീസ് ഫയറിനെ പറ്റിയാണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആണോ? ഈ അവിടെ സമാധാനം വന്നിരിക്കുന്നു, പാലസ്തീനിൽ അവസാനം സമാധാനം വന്നിരിക്കുന്നു, നിങ്ങൾ ഹാപ്പിയാണോ എന്നാണ് ഈ ചെറുപ്പക്കാരോട്, വെള്ളക്കാരായ ചെറുപ്പക്കാരോട്. ഇവരെ കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് ആവശ്യം വരുന്നത്. വെള്ളക്കാർ പോലും ഇതേ പാലസ്തീൻ സമരത്തിന് ഇറങ്ങിയാണ്, അല്ലെങ്കിൽ തേലക്കാട്ടച്ഛൻ പോലും ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞതുപോലെയാണ് ഇവരെ കൊണ്ടുവന്ന് ഇറക്കിയേക്കണേ. അപ്പൊ ഇവരോട് ചോദിക്കുന്ന സമാധാനം വന്നത് ഇഷ്ടമായി. അപ്പൊ ഈ പെൺകുട്ടി പറയാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല, എനിക്ക് എന്നും എന്തെങ്കിലും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം, പക്ഷെ അതുകൊണ്ട് അവിടുത്തെ വെടിനിർത്തൽ തീർന്നത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പെൺകുട്ടി പറയാണ്. അപ്പൊ ഈ പത്രക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നൈജീരിയയിൽ കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യനികൾക്ക് വേണ്ടി ഇതുപോലെ സമരം നടത്താത്തത്? കാരണം അതിലും ഒട്ടനവധി ഇതാണ് ബോക്കോ ഹറാമൊക്കെ അവിടെ കൊന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സായിപ്പ് കുട്ടൻ പറയാണ്, അവരെത്ര തരും? അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, അതായത് നമ്മളുടെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ ഒരു പ്രചരണം അതല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു 1000-1500 രൂപ കൊടുത്തിട്ട് ബംഗാളികളെ കൊണ്ടിരില്ലേ, അതേമാതിരിയാണ് ഈ തീവ്രവാദികളെ ഫണ്ടിങ് കൊടുത്തിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളെ. വ്യക്തമായിട്ട് കുട്ടികൾ പറയണം അവരെത്ര തരും? നൈജീരിയക്ക് സമരത്തിൽ പോയി പൈസ കിട്ടില്ലേ? കാപ്പിരി കറുത്തവർഗക്കാരൻ്റെ ആണ്, ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെടുന്നത്, ആരും പൈസ തരാൻ പോകുന്നില്ല. ഇവിടെ പൈസ ഫണ്ടിങ്ങിന് ആളുള്ളൂ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പത്രക്കാർ എന്തുകൊണ്ട് പാലസ്തീൻ എന്നും പറഞ്ഞ് കരയണേ? മീഡിയ വൺ അല്ല, മീഡിയ വണ്ണിന് ഒരു ഇതുണ്ട്, മറ്റു പത്രക്കാർ കരയണതിന്റെ കാരണമാണ് ആ സായിപ്പിന്റെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്ത് തരും? നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കരഞ്ഞാൽ ആരെന്ത് തരും സമരത്തിന് പോയാൽ? ഇവിടെ ഫണ്ടിങ് ഉണ്ട്. ഫണ്ടിങ് ഉള്ളത് കൊണ്ടാണ് ബംഗാളിനെ കോൺഗ്രസ്സുകാര് ഇതിന് പരിപാടികൾക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. ഇതേ പരിപാടിയാണ് സായിപ്പിന്റെ അടുത്തും. പണമാണ് വിഷയം. പണം ഉണ്ടെങ്കിൽ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയും ആള് വരുന്നുള്ളത് മനസ്സിലാക്കിക്കോ.